ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2024 സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പഠിക്കുക. നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവരും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മഹാത്മാഗാന്ധിജി കൊല്ലപ്പെട്ടത് എന്നാണ്? 1948 ജനുവരി 30 മഹാത്മാഗാന്ധിജി കൊല്ലപ്പെട്ടത്. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയുടെ രാഷ്ട്രീയ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രീയ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ആരാണ്? ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ആര്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. നാലാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക ആരാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക ആര്? അരുണ ആസഫ് അലിയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്രോയി ആരാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്രോയി ആര്? മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് 1945 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അപ്പോഴത്തെ വൈസ്രോയി. ആറാമത്തെ ചോദ്യം: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? ആചാര്യ JB കൃപലാനിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ്. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആചാര്യ JB കൃപലാനി. ഏഴാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. എട്ടാമത്തെ ചോദ്യം: ബ്രിട്ടീഷുകാരോട് പൊരുതി കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷമേതാണ്? 1805 നവംബർ 20 ബ്രിട്ടീഷുകാരോട് പൊരുതി കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം. വീഡിയോയിലെ ഒൻപതാമത്തെ ചോദ്യം: കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യത്തെ കലാപം ഏതാണ്? 1721 നടന്ന ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യത്തെ കലാപം. പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പത്താമത്തെ ചോദ്യം ഇതാണ്: കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത്. 1809 കുണ്ടറ വിളംബരം വേലുത്തമ്പി ദളവ പ്രഖ്യാപിക്കുന്നത്. 11ാമത്തെ ചോദ്യം: നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടത് എപ്പോഴാണ്? നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് എപ്പോഴാണ്? 1916 കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനത്തിൽ വെച്ചാണ് നെഹ്റു ആദ്യമായി മഹാത്മാഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത്. 12ാമത്തെ ചോദ്യം: വിശ്വചരിത്ര അവലോകനം, ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? വിശ്വചരിത്ര അവലോകനം കൂടാതെ ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തലെപ്പറ്റി കൂടുതൽ പേർക്കും അറിയാം. എന്നാൽ വിശ്വചരിത്ര അവലോകനം എന്ന കൃതി ആരുടേതാണ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. 13ാമത്തെ ചോദ്യം ഇതാണ്: ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ വർഷമേതാണ്? 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാവുന്നത്. വീഡിയോയിലെ 14ാമത്തെ ചോദ്യം: അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. 15ാമത്തെ ചോദ്യം: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇത് ആരുടെ വാക്കുകളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ വാക്കുകൾ ആഹ്വാനം ചെയ്തത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്?
1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ആഹ്വാനം ചെയ്ത വാക്കുകളാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അഥവാ ഡു ഓർ ഡൈ. 16ാമത്തെ ചോദ്യം, ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷം ഏതാണ്? ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷമേത്? 1930 ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷം. 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1931. 17ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹം ഏതു വർഷമായിരുന്നു നടന്നത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930. 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1930. 18ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയഗാനവും ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനവും രചിച്ച കവി ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ് ഇന്ത്യയുടെ ദേശീയഗാനവും ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനവും രചിച്ചത്. ഇവിടെ ഇന്ത്യയുടെ ദേശീയഗാനം എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പലർക്കും കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനം രചിച്ച കവി ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും രവീന്ദ്രനാഥ ടാഗോറാണ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എഴുതാൻ മറക്കരുത്. 19ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യൻ ബീസ്മാർക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യൻ ബിസ്മാർക്ക് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്. 20ാമത്തെ ചോദ്യം ഇതാണ്, മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയുടെ പേരാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണെന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. 21ാമത്തെ ചോദ്യം, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത്. 22ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്താണ്? ഐക്യം, വിശ്വാസം, ത്യാഗം. ഇതാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം. 23ാമത്തെ ചോദ്യം ഇതാണ്, കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നാണ് സരോജിനി നായിഡു അറിയപ്പെടുന്നത്. 24ാമത്തെ ചോദ്യം, ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത്. വീഡിയോയിലെ 25ാമത്തെ ചോദ്യം ഇതാണ്, ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണ് ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്നത്? CR ദാസ് ആണ് ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്നത്. 26ാമത്തെ ചോദ്യം, സാരേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത്. 27ാമത്തെ ചോദ്യം, ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തി ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത്. 28ാമത്തെ ചോദ്യം, കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ വനിത ആരാണ്? നേരത്തെ നമ്മൾ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിതയെ പറ്റിയാണ് ചർച്ച ചെയ്തത്. ഇപ്പോഴത്തെ ചോദ്യം, കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ വനിത ആരാണ്? ആനി ബെസന്റ് ആണ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ വനിത. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ്. 1917 ആനി ബെസന്റ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവുന്നത്. 29ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര നേതാവാണ് ബാലഗംഗാധര തിലക്. വീഡിയോയിലെ 30ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 30ാമത്തെ ചോദ്യം ഇതാണ്, മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1924 നടന്ന ബെൽഗാം സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധിജി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത്. 31ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് എന്തിൻ്റെ പ്രചാരണത്തിനു വേണ്ടിയാണ്?
ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയാണ് മഹാത്മാഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത്. ചോദ്യത്തിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി മഹാത്മാഗാന്ധിജി കേരളത്തിലെത്തിയതെന്ന് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഉത്തരം 1920 ഈ രണ്ട് കാര്യങ്ങളും ഓർത്തു വയ്ക്കുക. 32ാമത്തെ ചോദ്യം, അലി സഹോദരന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്ന ദേശീയ നേതാക്കൾ ആരൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലിയാണ് അലി സഹോദരന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്ന ദേശീയ നേതാക്കൾ. 33ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? 1917 നടന്ന ചമ്പാരൻ സത്യാഗ്രഹമാണ് മഹാത്മാഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം. 34ാമത്തെ ചോദ്യം ഇതാണ്, മഹാത്മാഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന പേരിൽ അറിയപ്പെടുന്നത്. 35ാമത്തെ ചോദ്യം, ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധിജി ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധിജി ഇന്ത്യയിലെത്തിയത്. മറക്കരുത്, 1915 ജനുവരി 9. 36ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഏതാണ്? മഹാത്മാഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രത്തിൻ്റെ പേരാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. 37ാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗിൽ വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ പേരെന്താണ്? ജനറൽ റെജിനാൾഡ് ഡയർ ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥൻ. ജനറൽ ഡയർ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇതുകൂടാതെ ഒരു ഇൻഫർമേഷൻ കൂടി തരാം. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. 38ാമത്തെ ചോദ്യം, മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ വർഷം. 39ാമത്തെ ചോദ്യം, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1905 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1905 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. ഈ ചോദ്യത്തിൽ തന്നെ മറ്റൊരു ഇൻഫർമേഷൻ കൂടിയുണ്ട്. 1905 ബംഗാൾ വിഭജനം നടന്നത്. എപ്പോഴാണ് ബംഗാൾ വിഭജനം നടന്നത് എന്നുള്ള ചോദ്യത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം 1905. 40ാമത്തെ ചോദ്യം ഇതാണ്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയുമായ വ്യക്തി ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയുമായ വ്യക്തിയാണ് കാനിംഗ് പ്രഭു. 41ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ്? ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ്. 42ാമത്തെ ചോദ്യം, ലാൽ ബാൽ പാൽ എന്നിങ്ങനെ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാക്കൾ ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, വിപിൻ ചന്ദ്രപാൽ എന്നിവരാണ് ലാൽ ബാൽ പാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാക്കൾ. 43ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ഏതാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം 1600 44ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഏതാണ്? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം. 45ാമത്തെ ചോദ്യം ഇതാണ്, പ്ലാസി യുദ്ധത്തിൽ വിജയിച്ചതും പരാജയപ്പെട്ടതും ആരൊക്കെയാണ്? പ്ലാസി യുദ്ധത്തിൽ വിജയിച്ചത് ബ്രിട്ടീഷ് സേനാനി റോബർട്ട് ക്ലൈവ് ആണ്. അതേപോലെ തോറ്റത് ബംഗാൾ നവാബ് സിറാജുദ്ദൗളയാണ്. 46ാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഏതാണ്? 1757 നടന്ന പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം സ്ഥാപിതമാക്കുന്നതിന് കാരണമായ യുദ്ധം. 47ാമത്തെ ചോദ്യം, വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയ വർഷമേതാണ്? 1498 വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയത്. 47ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1498.
48-ാമത്തെ ചോദ്യം, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഏതാണ്? 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം. 49-ാമത്തെ ചോദ്യം ഇതാണ്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏതാണ്? ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം. വീഡിയോയിലെ 50-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ വീഡിയോ ലൈക്ക് ചെയ്യാനോ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യുക. 50-ാമത്തെ ചോദ്യം ഇതാണ്, ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏതാണ്? നമ്മൾ നേരത്തെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമായി പറഞ്ഞ സമരം തന്നെയാണ് ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം. അങ്ങനെ ഈ വീഡിയോയിൽ നമ്മൾ പറയാമെന്ന് പറഞ്ഞ 50 ചോദ്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ബോണസ് ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. അതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അവരെ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്, ഗാന്ധിജിയെപ്പറ്റി എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയ കവി ആരാണ്? ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങളെ വിജയിയായി പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.